PV അൻവറിന്റെ കഷ്ടകാലം തുടങ്ങിയിട്ട് കാലം കുറച്ചായി എന്ന് തന്നെ പറയാൻ സാധിക്കും. കോടികൾ ബാങ്ക് ബാലൻസ് ഉള്ള PV അൻവറിന് ജനങ്ങളെ സേവിക്കലല്ല MLA പദവി ലഭിച്ചതിന് ശേഷമുള്ള പണി തന്നെ. ഉള്ള ബാങ്ക് ബാലൻസ് എങ്ങനെ കൂട്ടാമെന്നും ഇനി എങ്ങനെ രാഷ്ട്രീയത്തിൽ മുൻനിരയിൽ തന്നെ നിൽക്കാം എന്നുള്ളതുമാണ് അൻവറിന്റെ എപ്പോഴത്തെയും ചിന്ത. പാർട്ടി വിട്ടതോടെ ആളുകൾ ആരും തന്നെ അൻവറിനെ മൈൻഡ് ആക്കാതെയായി. എന്തിനേറെ ഒരു റോഡ് ഷോ നടത്തിയിട്ട് അതിന് ആൾക്കാരെ കിട്ടാതായപ്പോൾ സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്ന ആൾക്കാരെ തികച്ച മോനാണ് നമ്മുടെ അൻവർ സാറ്. അൻവർ പറയുന്നത് ആരും ഒരു ചില്ലി കാശിന് പോലും വില കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സത്യം. ഇനി അമേരിക്കയിൽ കമലാ ഹാരിസ് തോറ്റതിന് പിന്നിലും ശശിയാണ് എന്ന് വേണേലും അൻവർ സാർ പറയും. എന്തിന് DMK ആണ് എന്ന് പറഞ്ഞു നടക്കുന്ന അൻവറിനെ DMK തന്നെ തള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയാണെങ്കിലും അൻവർ അങ്ങനെ ഇങ്ങനെ ഒന്നും വിട്ടുകൊടുക്കില്ല. എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോ കുരുളായിക്കുടത്ത് കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിച്ചതിന് നിലമ്പൂർ നോർത്ത് DFO ഓഫീസ് അടിച്ച് തകർത്തിരിക്കുകയാണ് നമ്മുടെ നിലമ്പൂർ MLA. എന്തായാലും സംഭവത്തിൽ അൻവറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അൻവർ ഉൾപ്പെടെ കണ്ടാൽ അറിയുന്ന 11 പേർക്കെതിരെയാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ അനുസരിച്ചാണ് കേസ്. രാത്രിയോടെയായിരുന്നു ഒതായിലെ വീട്ടിൽ വെച്ച് അൻവറിന്റെ അറസ്റ്റ് ഉണ്ടായിരുന്നത്. യുവാവിന്റെ മരണത്തിൽ പ്രതിഷേധിക്കാൻ എന്നുള്ള പേരിൽ അൻവറിന്റെ നേതൃത്വത്തിലെത്തിയ സംഘം അടച്ചിട്ട നിലമ്പൂർ നോർത്ത് DFO ഓഫീസിന്റെ പൂട്ട് തകർത്ത് ഉള്ളിൽ കയറി അവിടുത്തെ സാധനങ്ങൾ മുഴുവൻ അടിച്ച് തകർക്കുക തന്നെയായിരുന്നു, നശിപ്പിക്കുകയായിരുന്നു. യുവാവിന്റെ മരണം നടന്നതാണെങ്കിൽ സൗത്ത് ഓഫീസിന്റെ പരിധിയിലും. അങ്ങനെയാണ് പോലീസ് നടപടിയെടുത്തത്. സംഭവത്തിൽ നേരത്തെ തന്നെ 3 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. 2 മണിക്കൂറോളം നിലമ്പൂരിനെയും വനം വകുപ്പിനെയും പോലീസിനെയും മുൾമുനയിൽ നിർത്തിയ അതിക്രമങ്ങൾ തന്നെയാണ് അരങ്ങേറിയത്. ജാഥ തുടങ്ങുന്നതിന് മുമ്പായി തന്നെ അൻവർ മാധ്യമങ്ങളോട് മാസ് കാണിച്ച് സംസാരിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ അനുയായികൾ പൂട്ടുപൊളിച്ചു ഓഫീസിലേക്ക് തള്ളി കയറുക തന്നെയായിരുന്നു. ഒരു പ്രശ്നം നടക്കുമ്പോൾ പ്രതികരിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് പൊതുമുതൽ നശിപ്പിക്കുന്നത് എന്തിനാണ്? എന്നെയും നിങ്ങളെയും പോലുള്ളവർ കൊടുക്കുന്ന നികുതിയാണ് ഇതൊക്കെ എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം തന്നെയാണ്. അതൊക്കെ മനസ്സിലാക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇനി അൻവറിന് ഇനി കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കലും ജനപിന്തുണ കിട്ടില്ല എന്ന് തീർത്തും പറയാൻ സാധിക്കുന്നത്. എന്തായാലും അൻവറിനെതിരെ ഉദ്യോഗസ്ഥരെ ദേഹോപദ്രവം ഏൽപ്പിക്കുക, ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക, ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളായ അന്യായമായി സംഘം ചേരൽ, പൊതു ഉദ്ദേശത്തിനായി സംഘം ചേരുക, കലാപം, അതിക്രമിച്ച് കടക്കുക, കുറ്റകൃത്യത്തിനെ അതിക്രമിച്ച് കടക്കുക എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. പൊതുമുതൽ നശിപ്പിച്ചതിനുള്ള കുറ്റവും ചുമത്തിയിട്ടുണ്ട്.